ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി. ബ്രേക്ക് ജാമായിട്ടുള്ള കംപ്ലൈൻറ്റ് വന്നിരുന്നത്. തള്ളിയിട്ട് വണ്ടി കറക്റ്റായിട്ട് മൂവ് ആവില്ല, ഇടയ്ക്ക് ബ്രേക്ക് ജാം ആവുക, ഇതൊക്കെയാണ് കംപ്ലൈൻറ്റ് ആയിരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ചെക്കപ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകളാണ് കംപ്ലൈൻറ്റ്. അതായത് ഫ്രണ്ടിലേക്ക് വരുന്ന കേബിൾ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അതേപോലെ ബാക്ക് ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ വലിഞ്ഞിട്ട് ടൈറ്റ് ആയേക്കാണ്. അതാണ് അതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ് കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ട് വീല് നമ്മൾ അഴിക്കുമ്പോൾ അതിൻ്റെ ഈ ഗ്രീൻ ബുഷൊക്കെ പോയി കിടക്കുക. ഈ സൈഡിലൊക്കെ വെറുതെ ഓവലായിട്ട് നിൽക്കണം. അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ച് ആ ബുഷ് മാറ്റിയിടുന്നുണ്ട്. ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബ്രേക്കിൻ്റെ കേബിളുകൾ നമ്മൾ മാറ്റുന്നുണ്ട്. ഫ്രണ്ടിൽ ചെയ്യുന്ന അത്ര വർക്കാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഭാഗം ഓക്കെ ആവും. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്ക് സൈഡിൽ നമുക്ക് ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട്. അതായത് നല്ല രീതിയിൽ ഔട്ടർ വലിഞ്ഞ് നിന്നായിരുന്നു, ഇതുണ്ടാവും. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് ഇപ്പോൾ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീലും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ലൈനറും കൂടി നമുക്ക് മാറ്റാനുണ്ട്. അപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറും 3 ബ്രേക്ക് കേബിളും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മാറ്റേണ്ടി തന്നെ. പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഗ്രീൻ ബുഷ്. ഹെഡ്ലൈറ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന പാർക്ക് ബൾബ്, ഈ ചെറിയ ബൾബുകൾ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ നമ്മൾ ചെറിയൊരു വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്. അതാണ് നമുക്കതൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പുതിയത് നമ്മൾ സെറ്റ് ചെയ്താലും നമുക്കതിനകത്ത് പ്രത്യേകിച്ച് ഉപകാരമില്ല. പ്രത്യേകിച്ച് നമുക്ക് അതിനുള്ള വെട്ടം കാര്യങ്ങൾ കിട്ടില്ല. ഇപ്പോൾ LED മോഡലായതുകൊണ്ട് തന്നെ മഴയത്ത് ഓടുമ്പോൾ ശരിക്കും വെട്ടം കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പൊസിഷൻ ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് പൊന്തിയിരിക്കണേ. അപ്പോൾ അത് കറക്റ്റായി നമുക്ക് കറക്റ്റ് ഫോക്കസിലേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിനാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടാൽ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചേക്കാം. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ജനറൽ സർവീസ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്യാത്തത്. അപ്പോൾ ബാക്കിയത്തെ വർക്ക് ഇപ്പോൾ നമ്മളോട് പറഞ്ഞേക്കണ വർക്കുകളാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണതും അതിൻ്റെ ഡീറ്റെയിൽസാണ് അപ്പോൾ അയച്ചു തരുന്നത്.